താടിയും മീശയും വളർത്താൻ ഞാനൊരു സൂത്രം പറഞ്ഞു തരട്ടെ. ഒന്ന് ചെയ്തു നോക്ക്. ഇതേ രീതിയിൽ വളർത്തിയെടുക്കാം. എന്താണെന്ന് പറയാം. വീഡിയോയിലേക്ക് പോകാം. നല്ല കട്ടി താടിയും മീശയും വളർത്താൻ വേണ്ടി എന്തിന് നിങ്ങൾ പല ട്രീറ്റ്മെന്റുകളും ചെയ്യണം? ഈ ഒരു കാര്യം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളുടെ മീശയുടെ ഭാഗത്തും താടിയുടെ ഭാഗത്തും ഇപ്പം നിങ്ങൾക്ക് മുടിയാണ് ഇല്ലെങ്കിൽ ആ മുടിയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് നിങ്ങളൊന്ന് തേച്ച് നോക്ക്. നല്ല തിക്കായിട്ടുള്ള താടിയും മീശയും നിങ്ങൾക്ക് വളർത്തിയെടുക്കാം. അതും ഒരാഴ്ച കൊണ്ട് തന്നെ. എന്താണ് സംഭവം എന്ന് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ വീഡിയോസ് കാണുന്നത്? ആദ്യമായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കൂടാനും നിങ്ങൾ ആ ഒരു വിലപ്പെട്ട ഒരു ഹൃദയം ഉണ്ടല്ലോ, ലൈക്ക് എനിക്ക് തരാനും മറക്കല്ലേ. കൂട്ടുകാരെ, നമുക്ക് കാര്യത്തിലേക്ക് പോകാം. എന്നെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണോ? ഇന്ന് ഞാൻ പറയുന്നത് നല്ല കട്ടിത്താടി മീശയും വളർത്തിയെടുക്കാനുള്ള ഒരു സൂത്രമാണ് പറയുന്നത്. ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കട്ടിത്താടിയും നല്ല രീതിയിൽ നിങ്ങൾക്ക് തിക്കായിട്ട് വളർത്തിയെടുക്കാം. നിങ്ങളുടെ താടിയും മീശയും വളരുന്നത് കണ്ട് നിങ്ങൾ പോലും ഷോക്കാകും. ഇതിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് നിങ്ങൾ പണം കളയണം. നിങ്ങൾക്ക് അത് ശരീരത്തിന് ദോഷം ചെയ്യും കേട്ടോ. നിങ്ങൾ ഈ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ മറ്റുള്ള സൈഡ് എഫക്റ്റ് ഒന്നും വരാതെ നല്ല കട്ടിത്താടിയും മീശയും വളർത്തിയെടുക്കാം. ഒരാഴ്ച കൊണ്ട് തന്നെ ചേഞ്ചസ് കാണാൻ തുടങ്ങും. അത് മുന്നോട്ട് നിർത്തുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് പോകാം. പിന്നെ ആഹാര കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. വിറ്റാമിൻ അടങ്ങിയ ആഹാരങ്ങളും കൂടാതെ ഇലക്കറികളും ഫിഷും ഒക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുക. പിന്നെ കൂടുതലും ടെൻഷൻ അടിക്കാതെ വെള്ളമൊക്കെ നല്ല രീതിയിൽ കുടിക്കുവാനൊക്കെ നോക്കുക. സമയം കളയാതെ തന്നെ നമുക്ക് അത് തയ്യാറാക്കാം. അത് തയ്യാറാക്കി ഉപയോഗിച്ചുള്ള റിസൾട്ടും കാണിക്കാം. അതിലേക്ക് പോകാം. നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഓയിലാണ്. അപ്പോൾ ഓയിൽ തയ്യാറാക്കുന്ന സമയത്ത് ആ ഒരു എടുക്കുന്ന പാത്രം നല്ല ഡ്രൈ ആയിരിക്കണം. അതിലേക്കാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള അലവേറയുടെ തണ്ടാണ് ഞാൻ എടുക്കുന്നത്. അത് കഴുകി ഡ്രൈ ആക്കിയിട്ടാണ് ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അലവേറ ജെല്ല് എന്ന് പറയുന്നത് വിറ്റാമിൻ ഇ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ മുടി വളർച്ചയ്ക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് അലവേറ ജെല്ല് എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയ ഒരു വലിപ്പത്തിലുള്ള സവാളയാണ് ചേർത്തേക്കുന്നത്. സവാളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർക്കാവുന്നതാണ്. സവാളയിൽ ധാരാളം സൾഫർ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ കൊളാജൻ പ്രോട്ടീൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. കൂടാതെ തന്നെ വിറ്റാമിൻ സി, വിറ്റാമിൻ ബി ധാതുക്കൾ എന്നിവ മുടിയുടെ ആരോഗ്യപരമായ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് സവാള എന്ന് പറയുന്നത്. അതൊരു മീഡിയം വലിപ്പത്തിലുള്ളത് ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ സവാള കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മളത് കഴുകുമല്ലോ. അപ്പോൾ അത് കഴുകിയതിന് ശേഷം അത് ഡ്രൈ ആക്കിയിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇപ്പം നിങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആ സവാളയുടെ അളവാണെങ്കിലും അലവേറയുടെ അളവാണെങ്കിലും ബാക്കിയുള്ള ചേർക്കുന്നതിൻ്റെ അളവാണെങ്കിലും കൂട്ടിയെടുക്കാനായിട്ട് നോക്കണം. ഇനി ഇതിലേക്ക് റോസ്മേരി ഡ്രൈ ആയിട്ടുള്ളതാണ് ചേർക്കുന്നത്. റോസ്മേരി എന്ന് പറയുന്നത് മുടിയുടെ വളർച്ചയ്ക്ക് വളരെയധികം ഉത്തമമായിട്ടുള്ള ഒന്നാണ്. റോസ്മേരിയാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. ആൻറ്റി ഓക്സിഡന്റുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നതാണ് നമ്മുടെ റോസ്മേരിക്കകത്ത്. അത് 1 ടേബിൾ സ്പൂണോളമാണ് റോസ്മേരി ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റോസ്മേരി വാട്ടർ എടുക്കാൻ പാടില്ല. റോസ്മേരി ഡ്രൈ ആയിട്ടുള്ളത് മാത്രമേ എടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ പച്ച നിങ്ങളുടെ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഉണക്കിയതിന് ശേഷം മാത്രം ചേർക്കാനായിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് അടുത്തതായിട്ട് നമ്മുടെ ഹെയർ ഗ്രോത്തിന് എളുപ്പം സഹായിക്കുന്ന ഒന്നാണ് കരിഞ്ജീരകം എന്ന് പറയുന്നത്. കരിഞ്ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളമാണ് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കേണ്ടത്. കരിഞ്ജീരകം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നതും കൂടാതെ തന്നെ ബ്ലാക്ക് ഹെയർ വളർത്തിയെടുക്കാനും കരിഞ്ജീരകത്തിൽ നിന്ന് സാധിക്കും. കരിഞ്ജീരകം നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂണോളമാണ് കരിഞ്ജീരകം ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് ഉലുവയാണ്. ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത്. അതും ചേർക്കുന്നത് 1 ടേബിൾ സ്പൂണോളമാണ് ഉലുവ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഉലുവയ്ക്ക് പകരം അതായത് പൊടിച്ച ഉലുവ പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഉലുവ സീഡാണ് ചേർത്തേക്കുന്നത്. അത് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്നത് കാസ്ട്രോയിൽ ഓയിൽ ഉണ്ടല്ലോ, അതായത് ആവണക്കെണ്ണ. അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കണം. ഞാനിപ്പം എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ആ ഒരു വീഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇതിലേക്ക് കാസ്ട്രോയിൽ ഓയിൽ ചേർത്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ അതിനുശേഷം 1/2 കപ്പ് നമ്മുടെ വെളിച്ചെണ്ണ ചൂടാക്കാതെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇനി ഇത് 3-4 ദിവസം നല്ല വെയിലത്ത് തന്നെ ഇരിക്കണം. അതിൻ്റെ ആ ഒരു കളറൊക്കെ ചേഞ്ച് ആവും. നിങ്ങൾ കണ്ടല്ലോ, ആ ഒരു കളറാകും. ഉണ്ടാക്കിയ ഉടനെ ഉപയോഗിക്കരുത്. ഇത് 4-5 ദിവസം നല്ല ശക്തമായുള്ള വെയിലത്ത് വെച്ചാണ് ഇത് ശരിയായി കിട്ടേണ്ടത്. പിന്നെ ഇത് നിങ്ങൾക്ക് പിന്നെ ഉപയോഗിക്കുന്ന സമയത്തും ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് വെയിലത്ത് വെക്കാവുന്നതാണ്. വെയിലത്ത് വെക്കും തോറും ആ ഒരു ഇതിൻ്റെ ചൂട് കൊണ്ട്
അതിൽ നിന്ന് അതിൻ്റെ സത്തുകളൊക്കെ നല്ല രീതിയിൽ ഇറങ്ങും. നിങ്ങൾ ഈ ഒരു ഓയിൽ നൈറ്റാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്കിപ്പം താടിയിലാണെങ്കിലും മീശയുടെ ഭാഗത്താണെങ്കിലും നിങ്ങളിപ്പോൾ താടിയുടെ ഭാഗത്ത് ഇടുന്ന സമയത്ത് ഒന്ന് ഷേവ് ചെയ്തിട്ട് വേണം ഈ ഒരു ഓയിൽ ഇട്ട് കൊടുക്കാനായിട്ട്. നിങ്ങൾ മീശയുടെ ഭാഗത്താണ് ഇടുന്നതെങ്കിൽ ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് വേണം ഈ ഒരു ഓയിൽ ഇടാൻ. പിന്നെ തലയിലാണ് ഇടുന്നതെങ്കിൽ തേച്ച് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. താടിയുടെ ഭാഗത്തും തേച്ച് മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഏരിയയിലൊക്കെ ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുകയും അതുമൂലം റൂട്ടിൽ നിന്ന് ഹെയർ വളരാൻ സാധിക്കും. നിങ്ങളൊന്ന് ചെയ്ത് നോക്ക്, 100% റിസൾട്ട് കിട്ടും. രാവിലെ ആകുമ്പോൾ നോർമൽ വാട്ടറിൽ കഴുകിയാൽ മതി. ഇത് നൈറ്റാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. പകൽ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഉപയോഗിക്കാം. കൂടുതൽ നേരം ഇത് ഇരിക്കണം, എന്നാൽ മാത്രമേ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഈ ഒരു രീതിയിലെ റിസൾട്ട് ഇപ്പോൾ നിങ്ങൾ കാണുന്നില്ലേ, ഇത് 1 മാസം കൊണ്ട് കിട്ടിയ മാറ്റമാണ്. നിങ്ങൾക്കും കിട്ടും. എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്. ചേഞ്ചസ് ഒക്കെ ഉണ്ടല്ലോ. 7 ദിവസം കൊണ്ട് കിട്ടിയ മാറ്റമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒന്ന് ചെയ്തു നോക്കുക. അതുപോലെ മാറ്റം നേടാൻ ഈ പറയുന്ന കാലത്തിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. പിന്നെ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമുക്ക് പുതിയ വീഡിയോയുമായി കാണാം കൂട്ടുകാരെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.